ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യോസേപ്പിതാവിനോടും സകല വിശുദ്ധരോടും സകല മാലാഹമാരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃത്തിനെ, ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. ഏകാന്തത അനുഭവിക്കുന്ന ആത്മാവിന് അങ്ങ് എല്ലാമാണ്. നിശബ്ദമായിരിക്കുന്ന ആത്മാവിനെയും അങ്ങ് മനസ്സിലാക്കുന്നു. അങ്ങ് ഞങ്ങളുടെ ബലഹീനത മനസ്സിലാക്കുന്നു. ഒരു നല്ല വൈദ്യനെ പോലെ ഞങ്ങളെ സഹനങ്ങളിൽ നിന്ന് ഒഴിവാക്കി ആശ്വസിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിലെല്ലാം അങ്ങ് വിദഗ്ധനാണ്. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 247 സന്ദേശം. ഒരു മനുഷ്യാത്മാവിനെ സൃഷ്ടിച്ചവൻ, ഒരു മനുഷ്യാത്മാവിൻ്റെ എല്ലാ മനോവ്യാപാരങ്ങളും ശാരീരികമായിട്ടുള്ള അവസ്ഥകളും ഒരു മനുഷ്യാത്മാവിൻ്റെ സർവ്വതലങ്ങളും അറിയാവുന്നവൻ. കാരണം ദൈവം സർവ്വജ്ഞാനിയാണ്. അവൻ എന്നെ സൃഷ്ടിച്ചു, അവൻ എന്നെ അറിയാം. അവനറിയാം ഞാൻ എങ്ങനെയാണ് ആശ്വസിപ്പിക്കപ്പെടേണ്ടതെന്ന്. അവനറിയാം എന്താണ് എനിക്ക് വേണ്ടിയുള്ള നന്മയുടെ പദ്ധതിയും ശോഭനമായ ഭാവിയുടെ പദ്ധതിയുമെന്ന്. അവനറിയാം എങ്ങനെ എൻ്റെ കണ്ണുനീര് തുടയ്ക്കാമെന്ന്. അവനറിയാം എൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്ന സ്നേഹം എന്താണെന്ന്. എല്ലാം അറിയുന്നവന് മുമ്പിലേക്ക് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഈശോയെ, നീയാണ് എല്ലാം അറിയുന്നവൻ. നിന്നിലേക്ക് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. എനിക്ക് എന്താണ് വേണ്ടതെന്ന് നിനക്കറിയാം. അതുകൊണ്ട് എനിക്ക് നിന്നിൽ പ്രത്യാശയുണ്ട്. എൻ്റെ ദുഃഖങ്ങൾ കാത്തിരിക്കുന്ന സമാധാനം നീ തന്നെയാണ്. എൻ്റെ രോഗാവസ്ഥകൾ കാത്തിരിക്കുന്ന സൗഖ്യം നീ തന്നെയാണ്. എൻ്റെ ഹൃദയം കാത്തിരിക്കുന്ന സ്നേഹം നീ തന്നെയാണ്. എൻ്റെ ആന്തരിക മുറിവുകളെയും എൻ്റെ ശാരീരികമായ മുറിവുകളെയും എല്ലാം നീ സൗഖ്യപ്പെടുത്തുന്നു. നീ പരിഹരിക്കുന്നു. കാരണം നീയാണ് രക്ഷകൻ. ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.